എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ പോകുന്നത് പയ്യന്നൂരിൽ നിന്നും 20 കിലോമീറ്റർ ദൂരെയുള്ള ഒരു പെറ്റ് സ്റ്റേഷനിലേക്കാണ്. ഇപ്പോൾ പഴയങ്ങാടിക്കടുത്ത് മാട്ടൂൽ എന്നുള്ള സ്ഥലത്താണ് ഈ പെറ്റ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പെരുമ്പപ്പുഴയുടെ മുകളിലുള്ള പാലത്തിൽ കൂടിയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ മാട്ടൂൽ എത്താറായി. അപ്പോൾ ഈ പഴയങ്ങാടി മാട്ടൂൽ എന്നൊക്കെ പറയുന്നത് നിറയെ ബാക്ക് വാട്ടേഴ്സൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അത്രയും ഭംഗിയുള്ള നല്ല സീനിക്കായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ ഈ പെറ്റ് സ്റ്റേഷനിൽ പോകുന്ന വഴി മുഴുവൻ. അപ്പോൾ ഞങ്ങളങ്ങനെ മാട്ടൂൽ എന്നുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പെറ്റ് സ്റ്റേഷൻ്റെ നേരെ മുമ്പിലായിട്ട് സെൻട്രൽ ബീച്ചാണ്, മാട്ടൂലത്തെ സെൻട്രൽ ബീച്ചാണ്. അല്ലെങ്കിൽ സെൻട്രൽ ബീച്ചിൻ്റെ കരയിലായിട്ടാണ് പെറ്റ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളത് പെറ്റ് സ്റ്റേഷനിലെത്തി. അപ്പോൾ അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് അത്യാവശ്യം വലിയ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. 2 മണിക്കൂറത്തേക്ക് 30 രൂപയാണ് പാർക്കിംഗ് ഫീസായിട്ട് വാങ്ങിക്കുന്നത്. പെയ്ഡ് പാർക്കിംഗ് ആണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണേ. ഇപ്പോൾ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഒരാൾക്ക് 150 രൂപയാണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ചാർജില്ല. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ ഈ 5 ടിക്കറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ 2 പാക്കറ്റ് ഫിഷ് ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ ആ സ്ലിപ്പിൽ കാണിച്ചിരിക്കുന്ന 7 ആക്ടിവിറ്റീസിൽ ഏതെങ്കിലും 3 ആക്ടിവിറ്റി നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. അതായത് 250 രൂപയിൽ ഇൻക്ലൂഡഡ് ആണ്. ബാക്കി ഉള്ള 4 ആക്ടിവിറ്റീസിൽ ഏതാണ് വേണ്ടതെന്നുള്ളത് അതിൻ്റെ അകത്ത് പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. അങ്ങനെ ഞങ്ങളത് പെറ്റ് സ്റ്റേഷൻ്റെ അകത്ത് കയറി. ഇപ്പോൾ രാവിലെ 11 മണി മുതൽ രാത്രി 8 മണി വരെയാണ് അതിൻ്റെ വർക്കിംഗ് ടൈം. അപ്പം ഞങ്ങളൊരു വീക്ക് ഡേയ്സിൽ വൈകിട്ട് 3 മണിയൊക്കെ ആയപ്പോഴാണ് പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ റഷില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങാറായപ്പോഴത്തേക്കും ഇത്തിരി റഷായി. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. എൻട്രൻസിൻ്റെ സൈഡിൽ തന്നെ ഒരു കുഞ്ഞ് ഫിഷ് പോണ്ട് ഉണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഫിഷ് ഫുഡിൽ നമുക്ക് ഇവിടെയും ഫിഷിനെ ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഹനി ഇങ്ങനെ തൊട്ടിട്ടിട്. ഹനി ഇവിടെ ഒന്നും ചെയ്യില്ല. തൊട്, അപ്പം അത് കുറേ വരും. അവിടെ ഇടപ്പം കുറേ വരും. ഇട് ഇട്. ഇനി അകത്തിടാം. ഇനി നമുക്ക് അകത്ത് കയറിയിട്ടുള്ള അകത്തത്തെ കാഴ്ചകളൊക്കെ കാണാമേ. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ആനിമൽസും ബേഡ്സും ഒക്കെയാണ് ഇതിനകത്തുള്ളത്. അരാപ്പൈമ, ആ കോഴി നോക്കി, അത് നോക്കി, നല്ല ഭംഗിയിൽ കോഴിയല്ലേ. എന്തല്ലേ അല്ല, ഇവിടെ ഫീഡ് ചെയ്യാൻ പാടില്ലായിരിക്കും ഹനി. അതെന്താ? അതിൻ്റെ വെള്ളം കുടിക്കാനുള്ള ബോട്ടിലുണ്ടോ ഹനി? ഉണ്ടോ? നല്ല ഭംഗിയുണ്ടല്ലേ, വൈറ്റ് വൈറ്റ്. വാഹ് ധാര
കഴുതയാണ് അത് മാക്സിമം ഇത്ര വളരുള്ളൂന്ന്. കുള്ളൻ ഡോങ്കിയാണ്. എന്തത്? ഷീപ്പാ, ചെമ്മരിയാട്. ആ പശുവിനെ കണ്ടുവാ, പുങ്കാനൂർ പശു. ഈ പശുവിൻ്റെ നെയ്യും പാലും മാത്രമേ തിരുപ്പതിയിൽ ഉപയോഗിക്കുള്ളൂ. അതാണ് ഈ പശുവിൻ്റെ പ്രത്യേകത. കണ്ട, ഇതിൻ്റെ ചാണകത്തിന് സ്മെല്ലില്ല. ഈ പശുവിൻ്റെ പാലും നെയ്യും മാത്രമാണ് തിരുപ്പതിയിൽ ഉപയോഗിക്കുന്നത് ഭഗവാൻ. അതുണ്ട്, പക്ഷെ അത് ഇതിനേക്കാളും വലുതാ. ആ അതിൻ്റെ വാല് നോക്കി, നല്ല സ്ഥലം. ഹനി ഹനി അതിൻ്റെ പൂഞ്ച് കണ്ടോ? ഹനി കൊത്തും. ജയ്പൂർ നമ്മിൻ്റെ പുറത്ത് കയറിയതല്ലേ? ഇതാണ് ആക്ച്വൽ ഇന്ത്യൻ കുതിര. എമ്മു അവിടെ. അയ്യോ, ഇവനാണ് വന്ന് എന്നെ ഉമ്മ വെച്ചത്. അതിൻ്റെ കൊമ്പ് നോക്കിക്കേ ഹനി. ആ ഇതുണ്ടോ? ഇതുണ്ടോ സൈബീരിയൻ ഹസ്കി? അതിൻ്റെ ഫറ് കണ്ടോ? കോലയല്ലേ അത്? നോക്ക്. ആമാ കണ്ട കീലെല്ലാം നടക്കുമ്പോൾ കാണാം മരത്തിൻ്റെ മുകളിൽ. നല്ല സുന്ദരൻ. വെള്ളം കുടിക്കുന്നുണ്ടോ ബോട്ടിൽ നിന്ന്? എന്നെ വിളിക്കുക. ഇനി നമുക്ക് നേരത്തെ ടിക്കറ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു 4-5 ആനിമൽസിനെ വെച്ചിട്ട്. അത് ചെയ്യാമേ. നല്ല മുട്ടിച്ചെടുക്കാം. അവിടെ വെച്ചേക്കും, കുറച്ച് താക്കുക. ഒന്നുകൊണ്ട് പഠിക്കണ്ട, അവിടെ വെച്ച കുറച്ചുകൂടി താക്കുക. അവിടെ തന്നെ വെച്ചാൽ അവിടെ തന്നെ ഒന്നും സംഭവിക്കില്ല. അവിടെ തന്നെ വെച്ചാൽ അവർ പിടിച്ച് മേടിക്കും. അത്രേ ഉള്ളൂ. ഫോൺ ചെയ്തിട്ടില്ലേ? ഇത് ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നല്ല ഫിഷല്ലേ ഹനി? നല്ല സുഖല്ലേ? അതിതാണ് ഓന്തിൻ്റെ വലുത്. ഓന്തിൻ്റെ വലുത് ഇഗ്വാന. ആ മയിലിൻ്റെ പുറത്തെ
ഇതന്നെ ഷാഫിന് പൂജ പക്ഷേ ഇതാ ഇതെല്ലാം ജീവനില്ലതാ. ആ ഇതെല്ലാം മെറൈൻ ഫിഷാണ്. അതും അനങ്ങുണ്ട്. ഇതിനെ നോക്കുന്നു. ഇത് വളർച്ച മുരടിച്ചു പോയ പൂവൻ കോഴിയാവുന്നു അല്ലേ? അതൊന്ന് കാടേൻ്റെ കുഞ്ഞല്ലോ അതന്നെ എല്ലാം പൈത്തണം തന്നെ. ആ അതിന് വീഡിയോ എടുത്തു കേട്ടോ. അത് വൈറ്റുമേ മരുന്നൊക്കെ പരീക്ഷിക്കുന്ന എലിയല്ലേ? ആ എലിയാണ്. പക്ഷെ ഗിനിപ്പിക്കുന്ന പറഞ്ഞാൽ എലിയാണ്. മരുന്ന് പരീക്ഷണത്തിനുള്ള എലി. വേറെ വശം കൊമ്പം മുയൽ. ഇവിടെ ഇതാ അത് ആ ആയി കിട്ടി. അതിനെ കണ്ടോ? നോക്ക് അതിൻ്റെ മുഖം നോക്ക്, നല്ല ഭംഗിയില്ലേ? അതിന് ഇഷ്ടപ്പെട്ടില്ല നീ തൊട്ടത്. അത് മുഖം തിരിച്ച് ഓടിക്കളഞ്ഞു. വെള്ളമൊഴിക്കാവും. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങി. ഇത് പുറത്തേക്ക് വരുന്ന വഴിയിൽ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനുകൾ, കുഞ്ഞു അക്വേറിയംസ് ഒക്കെ ഉണ്ടായിരുന്നേ. ഇനി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തും. ഇംപ്രസ് എന്താ ആ എടുക്കാം. പിന്നെ തൊട്ടോ? വെരി ഗുഡ്. എന്നാൽ നമുക്കൊരു ബീച്ചിൽ പോവാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ പെറ്റ് സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് ബീച്ചാണെന്നുള്ളത്. ഞങ്ങൾ പെറ്റ് സ്റ്റേഷനിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ബീച്ചിൽ പോവുകയാണേ. ബീച്ചിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും പെറ്റ് സ്റ്റേഷൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു വൺ ടൈം വാച്ചബിളാണേ. ഞങ്ങൾ അങ്ങനെ ഒരു ചായയും വെള്ളം ഷേക്കൊക്കെ കുടിച്ചിട്ട് ബീച്ചിൽ പോയി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.